പ്രൊജക്ട് സീറോയ്ക്ക് പിന്നാലെ 850 ഉദ്യോഗസ്ഥർ വിജിലൻസിന്റെ നിരീക്ഷണത്തിൽ. സംസ്ഥാനത്ത് അഴിമതി തടയാൻ വിജിലൻസ് നടപ്പിലാക്കിയ പ്രൊജക്ട് സീറോ പദ്ധതിക്ക് വലിയ ജനപിന്തുണ. പദ്ധതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഫോൺ, വാട്സ്ആപ്പ്, സാമൂഹിക മാധ്യമങ്ങൾ എന്നിവ വഴി സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരായ പരാതികൾ വ്യാപകമായി ലഭിക്കുന്നതായി വിജിലൻസ് അധികൃതർ അറിയിച്ചു. നിലവിൽ സംസ്ഥാനത്താകെ 850 ഉദ്യോഗസ്ഥരാണ് വിജിലൻസിന്റെ നിരീക്ഷണ പട്ടികയിലുള്ളത്. അഴിമതിക്ക് സാധ്യതയുള്ള ഓഫീസുകളും സേവന കേന്ദ്രങ്ങളും മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് പ്രത്യേക നിരീക്ഷണത്തിലാക്കുന്നതും പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ്. ഇതിനായി പ്രത്യേക പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. കൈക്കൂലി കേസുകളിൽ കുടുക്കൽ നടപടികൾ 25% വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശവും വിജിലൻസ് ഡയറക്ടർ നൽകിയിട്ടുണ്ട്. ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ ഇന്റലിജൻസ് വിഭാഗത്തെയും കൂടുതൽ സജീവമാക്കിയിട്ടുണ്ട്. അഴിമതി സംബന്ധിച്ച് കൂടുതൽ പരാതികൾ ഉയരുന്ന 2 വകുപ്പുകളിൽ ഇവർ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഓരോ അന്വേഷണ ഉദ്യോഗസ്ഥരും മാസത്തിൽ കുറഞ്ഞത് ഒരു ഉറവിട വിവരശേഖരണമെന്നും വർഷത്തിൽ 2 കേസുകളും 6 പ്രാഥമിക അന്വേഷണങ്ങളും പൂർത്തിയാക്കണമെന്നും നിർദ്ദേശമുണ്ട്. അട്ടപ്പാടി ചുരത്തിൽ മരം വീണ് ആംബുലൻസ് കുടുങ്ങിയതിനെ തുടർന്ന് ചികിത്സ വൈകിയ ആദിവാസി യുവാവ് മരിച്ചു. വെള്ളമാരി ഉന്നതിയിലെ സജീവ് കുമാറാണ് മരിച്ചത്. വെന്റിലേറ്ററിലായിരുന്നു സജീവ് കുമാർ. പനിയും ശ്വാസം മുട്ടലുമായി ഗുരുതരാവസ്ഥയിലായിരുന്ന യുവാവിനെ വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസിൽ കോട്ടാത്തറ ട്രൈബൽ താലൂക്ക് സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. ചുരത്തിൽ മന്തംപൊട്ടിക്ക് സമീപം മരം വീണ് 1 മണിക്കൂർ ചുരത്തിൽ കുടുങ്ങിയതോടെ ചികിത്സ വൈകുകയായിരുന്നു. ദില്ലിയിൽ വീണ്ടും തീപിടുത്തം, 3 പേർക്ക് ജീവൻ നഷ്ടമായി. രാജ്യ തലസ്ഥാനത്തെ വീണ്ടും നടുക്കി തുക്ലാബാദിൽ വൻ തീപിടുത്തം. സംഭവത്തിൽ 3 പേർക്ക് ജീവൻ നഷ്ടമായി. ഇന്ന് പുലർച്ചെയോടെയാണ് ദുരന്തമുണ്ടായത്. അഗ്നിശമന സേനയും പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിലൂടെ നിരവധി പേരെ കെട്ടിടത്തിൽ നിന്നും രക്ഷപ്പെടുത്തി. സൗത്ത് ഈസ്റ്റ് ദില്ലിയിലെ തുക്ലാബാദ് എക്സ്റ്റൻഷനിൽ മധ്യം മാർഗിലെ നായാതാര അപ്പാർട്ട്മെന്റിന് സമീപമുള്ള ഗലി നമ്പർ 1 ഒരു ബഹുനില കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. ഗ്രൗണ്ട് ഫ്ലോറും മുകളിലേക്ക് 5 നിലകളുമുള്ള കെട്ടിടമാണിത്. ഓക്ല ഫയർ സ്റ്റേഷന്റെ പരിധിയിലാണ് ഈ പ്രദേശം വരുന്നത്. പുലർച്ചെ ഏകദേശം 2:30 തീപിടുത്തമുണ്ടായതായി ഫയർഫോഴ്സിന് സന്ദേശം ലഭിക്കുന്നത്. പ്രാഥമിക നിഗമനങ്ങൾ പ്രകാരം കെട്ടിടത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളിൽ നിന്നാണ് തീ പടർന്നത്. പാർക്ക് ചെയ്തിരുന്ന 3 സ്കൂട്ടറുകൾ, 2 മോട്ടോർ സൈക്കിളുകൾ, 1 സൈക്കിൾ എന്നിവ പൂർണ്ണമായും കത്തിയമർന്നു. വാഹനങ്ങൾ കത്തിയതിനെ തുടർന്നുണ്ടായ കനത്ത വിഷപ്പുക കെട്ടിടത്തിന്റെ ഗോവേണികളിലൂടെയും മുകളിലത്തെ നിലകളിലേക്കും അതിവേഗം വ്യാപിച്ചു. ഇതോടെ ഉറങ്ങിക്കിടന്ന താമസക്കാർ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. പാറശാലയിൽ പാറ അടർന്ന് ദേഹത്തേക്ക് വീണ് 50 വയസ്സുകാരിക്ക് ഗുരുതര പരിക്ക്. വീടിനോട് ചേർന്നുള്ള പാറയാണ് അടർന്ന് ദേഹത്തേക്ക് വീണത്. പാറശാല സ്വദേശി രാജകുമാരിക്കാണ് പരിക്കേറ്റത്. പുലർച്ചെ 5:30 വീടിന് പുറത്തുള്ള ശുചിമുറിയിൽ കയറുന്നതിനിടയിൽ പാറ മുകളിൽ നിന്നും അടർന്നു വീഴുകയായിരുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പാറയുടെ ഇടയിൽപ്പെട്ടു. ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് ഇവരെ പുറത്തെത്തിച്ചത്. രാജകുമാരിയെ പാറശാല ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ കടുത്ത നിയന്ത്രണം. സർക്കാർ സ്ഥാപനങ്ങൾക്കും ആശുപത്രികൾക്കും മുന്നിൽ പ്രതിഷേധങ്ങൾക്ക് വിലക്ക്. ലക്ഷദ്വീപിൽ ജനകീയ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ കടുത്ത നടപടികളുമായി ദ്വീപ് ഭരണകൂടം. സർക്കാർ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഇന്ധന ഡിപ്പോകൾ എന്നിവയ്ക്ക് ചുറ്റും ജില്ലാ മജിസ്ട്രേറ്റ് ശിവൻചന്ദ്ര നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. 5 അതിലധികമോ ആളുകൾ ഒത്തുചേരുന്നതിനും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നതിനുമാണ് കർശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിവിധ ജനകീയ വിഷയങ്ങളിൽ ഭരണകൂടത്തിനെതിരെ സമീപകാലത്ത് ദ്വീപിൽ പ്രതിഷേധം ശക്തമായ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം.